ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ അസ്റ്റോണിയ വൺ ലാബ് ലിമിറ്റഡിന്റെ ഒരു അമേസിംഗ് നമ്മുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു അമേസിംഗ് ടെസ്റ്റിമണിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ടെസ്റ്റിമണിയാണ്. അത് എന്തായിരുന്നു എന്നുള്ള അവസ്ഥ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നമ്മുടെ ഒരു സുഹൃത്ത് മുഖേന നമ്മൾ ബന്ധപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പം ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയണ്ട, ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് അത് ചേച്ചി എന്താണെന്നുള്ളത് പറയും. ചേച്ചിയുടെ പ്രൊഫഷനും ചേച്ചിയുടെ ജോലിയും കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞാട്ടെ. നമസ്കാരം, എന്റെ പേര് തങ്കമണി. മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതിയിൽ നിന്ന് ജഡ്ജി ക്ലർക്കായിട്ട് പെൻഷനായി. ഇദ്ദേഹം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു. ആധാരമെടുത്തായിരുന്നു ജോലി. ഇക്കഴിഞ്ഞ 2024 ജൂലൈ 24 തീയതി ഒരു ആക്സിഡന്റ് ഉണ്ടായി അദ്ദേഹത്തിന്. അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് കൂടുതൽ ചികിത്സയ്ക്കായിട്ട് വണ്ടാനത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. 1 മണിക്കൂറിനകം എവിടെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരുമല ഹോസ്പിറ്റലിൽ എത്തിച്ച് 19 ദിവസം അവിടെ വെന്റിലേറ്ററിൽ കിടന്നു. വെന്റിലേറ്ററിൽ നിന്ന് 2 ദിവസം അദ്ദേഹത്തെ റൂമിൽ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇദ്ദേഹം വീട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതേ അവസ്ഥയിൽ തന്നെ ആ ഹോസ്പിറ്റലിൽ കൊടുത്ത കെയറിൽ വീട്ടിൽ സംരക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ ഒരു ധൈര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ആദ്യത്തെ ഒരു മാസത്തോളം ഇദ്ദേഹം നിശ്ചലനായിട്ട് തന്നെ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫിസിയോതെറാപ്പി പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്ത് അത് വന്ന് 2 മാസത്തോളം ഫിസിയോതെറാപ്പി ചെയ്ത് ഏകദേശം വലതുവശത്തെ കാലും കൈയും അണങ്ങി കിട്ടി. പെരിയെ ഇദ്ദേഹം നിൽക്കാനും തുടങ്ങി. പക്ഷെ ഇതിനോടാണ് ഇദ്ദേഹം ഭയങ്കരമായിട്ട് വയലന്റായി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മരുന്നുകൾ കൊടുത്തിട്ട് പോലും അദ്ദേഹം ഉറങ്ങത്തില്ല, കട്ടിലെ കിടക്കത്തില്ല. ഭയങ്കരമായിട്ട് അങ്ങ് വയലന്റായിട്ട് കട്ടില് കിടക്കാത്ത ഇരിക്കാത്ത നിൽക്കാത്തൊക്കെ ഒരവസ്ഥ. അവിടെ ഞങ്ങൾ വീണ്ടും പരുമല കൊണ്ടുപോയി. വീണ്ടും അദ്ദേഹം ഒരു മെഡിസിനും കൂടെ സജസ്റ്റ് ചെയ്ത് ഞങ്ങളത് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ അദ്ദേഹം വയലന്റ് ആയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇത് തുടർന്നൊരു 2-3 മാസം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു തരത്തിൽ സഹിക്കാൻ വയ്യാത്ത, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു. എങ്ങനെങ്കിലും ഞങ്ങൾക്ക് 2 പേർ കൂടെ മരിക്കാനൊരു അവസരം കിട്ടണം. അതാണ് എനിക്ക് വേറെ ഒരു ലക്ഷ്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടർ മാറി വേറൊരു ചികിത്സ അവിടെ തേടി അമ്പലപ്പുഴ ഒരു പ്രശാന്ത ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ മരുന്ന് കുറച്ച് കൊടുത്തു. അപ്പോഴത്തേക്ക് ഏകദേശം അദ്ദേഹം ഈ വയലൻസ് ഒന്ന് കുറഞ്ഞു വന്നു. പക്ഷെ കിടക്കത്തില്ല, കട്ടിലൊന്നും നിവർന്ന് കിടക്കത്തില്ല, ഉറങ്ങത്തില്ല. ഏതാണ്ട് ജൂലൈ 24 തീയതി അദ്ദേഹം ആക്സിഡന്റ് പറ്റിയ ആള് നവംബർ 20 തീയതി ഞാൻ ഈ കാലത്തിൽ കുറിച്ചിട്ടുണ്ട്. നവംബർ 20 തീയതിയാണ് അദ്ദേഹം ഉറങ്ങുന്നത്. അത്രയും കാലം ഞാനും ഉറങ്ങിയിട്ടില്ല. പിന്നെ മലമൂത്ര വിസർജനമൊക്കെ അതും എല്ലാം വേണ്ടിയിട്ടാണ്. ഇതെല്ലാം സഹിച്ചാണ് നമ്മൾ ഇദ്ദേഹത്തിന് ഈ വയലൻസ്. അത് കഴിഞ്ഞ് അദ്ദേഹം ക്രമേണ വയലൻസ് കുറഞ്ഞു വന്നു. അങ്ങനെ ഒരുവിധം നടന്ന് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യാദൃശ്യമായിട്ട് ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് വിശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് അങ്ങനെ ദിവാങ്കോട്ടയിലൊന്ന് കിടത്തിയിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മറിഞ്ഞു വീണു. പിന്നെ പൊക്കിയിട്ട് ഭയങ്കര ടെമ്പറേച്ചർ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ ഇവിടെ നോക്കാൻ വന്ന ഒരു കൊച്ചുമായിട്ട് ഞങ്ങൾ അപ്പുറത്തെ എന്റെ ഒരു അനിയത്തി കൊച്ചുമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ കാണാൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ, അപ്പം അദ്ദേഹം ഹോളിഡേ ആയിരുന്നു, മക്കളുമായിട്ട് ടൂറിന് ഇവിടെ പോയി. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തപ്പോൾ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചെറിയൊരു ട്രീറ്റ്മെന്റ് ഉണ്ടായി തിരിച്ചു വന്ന് വീണ്ടും ഈ ഡോക്ടറെ കാണാൻ പോയ സമയത്ത് ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ പോയത്.
ആ ഓട്ടോക്കാരൻ പയ്യൻ പ്രദീപ് വഴിയാണ് എനിക്ക് സാറിന് പരിചയപ്പെടാൻ പറ്റിയത്. എന്റെ അവസ്ഥ കണ്ടുകൊണ്ടൊന്ന് പ്രദീപ് പറഞ്ഞു, ചേച്ചി എന്റെ കൈവശം ഒരാളുണ്ട്, നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുധീർ സാറിനെ പരിചയപ്പെട്ട് വന്ന്. അപ്പൊ അന്ന് ആ പയ്യൻ പ്രദീപ് പറഞ്ഞത്, ചേച്ചിയുടെ ഭാഗ്യം പോലെ ഇരിക്കും, അദ്ദേഹം ഏക്കുകയാണെങ്കിൽ ചേട്ടൻ രക്ഷപ്പെടും, സാർ ഏറ്റില്ലെങ്കിൽ. ഞാൻ അന്ന് രാത്രി മൊത്തം പ്രാർത്ഥിച്ചു, സാറ് എങ്ങനെയെങ്കിലും വന്നൊന്ന് ഏക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. ഏതായാലും എന്റെ ഒരു ഇത് പ്രാർത്ഥന ദൈവം കേട്ട്, എന്റെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കാറുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥന കേട്ട് സാറ് വന്ന്, സാറ് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു നമുക്കൊന്ന് ചെയ്ത് നോക്കാം, കുഴപ്പമില്ല, ഞാനൊരു 10 ദിവസം ചെയ്യുമ്പോൾ ചേട്ടൻ ശരിയെ നിൽക്കുമെന്ന് പറഞ്ഞു. എന്റെ പ്രാർത്ഥനയോടൊപ്പം തന്നെ സാറ് പറഞ്ഞ ഏകദേശം 10 ദിവസം 10 പ്രാവശ്യം, 10 ദിവസമല്ല 10 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പെരിയെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ അതോടൊപ്പം സാറ് പറഞ്ഞത് ആ ഫുഡ് സപ്ലിമെന്റ് കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഫുഡ് സപ്ലിമെന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് വന്നപ്പോഴാണ് എന്റെ മക്കള് 2 മോളും മരുമോളും മെഡിക്കൽ ഫീൽഡിലാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സംശയം പോലെ പറഞ്ഞു, അമ്മ ഇത് കൊടുത്താൽ എങ്ങനെയാണ് പറഞ്ഞു. സാരമില്ല, ഏതായാലും മക്കൾ നിങ്ങൾ ഇതിൽ ഏർപ്പെടേണ്ട, ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് നമുക്കിത് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ആ ഫുഡ് സപ്ലിമെന്റ് സാറ് പറഞ്ഞ് ഞാനത് കൊടുത്ത്, ആ ഫുഡ് സപ്ലിമെന്റ് കൊടുത്തതിന് ശേഷമാണ് ഈ മനുഷ്യൻ കട്ടിലേക്ക് കിടക്കാൻ തുടങ്ങിയതും ഉറങ്ങാൻ തുടങ്ങിയതും. അതിൽ പിന്നെ എത്രമാത്രം അത് കൊടുത്തോ അതനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെന്റ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്. ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലെത്തിയത് എന്റെ അഭിപ്രായത്തിലും എന്റെ അനുഭവത്തിലും ആ ഫുഡ് സപ്ലിമെന്റിന്റെയും കൂടെ എഫക്റ്റ് ആണ് ഇങ്ങനെ ആക്കാൻ സഹായിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. 100% ഉറപ്പ് തന്നെ. മെഡിസിൻ മാത്രമല്ല, ഫുഡ് സപ്ലിമെന്റ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. അതെന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. അതുപോലെ ഞങ്ങൾ വന്നപ്പോ ചേച്ചി അറിയത്തില്ല, മക്കളെ ആരെയും അറിയത്തില്ല, ഒരു കുഞ്ഞുങ്ങളെ ആരും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു കണ്ടീഷനായിരുന്നു. അവിടെ നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ബൺ കൊടുത്തു, കൊളാജൻ കൊടുത്തു, പ്രോട്ടീൻ പൗഡർ കൊടുത്തു, കാൽസ്യം മഗ്നീഷ്യം വൈറ്റമിൻ D3 കൊടുത്തു, ബ്രെയിൻ ബൺ കൊടുത്തു. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊടുത്തു. അതിന്റെ കൂടെ ആൽക്കലൈൻ വാട്ടർ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസം ഇത് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആളെ എഴുന്നേറ്റിരുന്നല്ലേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവര് പോലും അതിശയിച്ചു. ഒരു ദിവസം രാവിലെ കട്ടിലിൽ എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷം മക്കളെല്ലാം വന്നു. ഇപ്പൊ ഏകദേശം പഴയൊരു കണ്ടീഷനിലേക്ക് പറയുകയും എല്ലാ കാര്യങ്ങളും ഇപ്പൊ അടുക്കളയിലൊക്കെ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറയും ചെയ്യിക്കും. ഗ്യാസ് നിർത്തും, അത് വേവിക്കും, ഇത് വേവിക്കും, അങ്ങനെല്ലാം ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരവസ്ഥ ഇനി വലത് വശം കൊണ്ടൊന്ന് റെഡിയായി കിട്ടിയ അതിനോടൊപ്പം ഞാൻ വരുന്ന കണ്ടീഷനിൽ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രോസ്റ്റൈറ്റിസിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ പോകാനിരുന്നതിന്റെ നാളെ പോവും, ഇന്നാണ് ഇദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റുന്നത്. അപ്പൊ അത് ആക്സിഡന്റ് അന്ന് മുതൽ തന്നെ ട്യൂബിട്ടാണ് മൂത്രം പോയിക്കൊണ്ടിരുന്നത്. മൂത്രം പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും പക്ഷെ ക്രമേണ എനിക്കും ഇതിന്റെ ടെൻഷനുണ്ട്, ഈ പ്രോസ്റ്റൈറ്റിസ് ഇഷ്യൂ ഉള്ളത് കൊണ്ട്. അങ്ങനെ സാർ ഇതിനും നമുക്ക് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ മൂത്രം എടുക്കാനൊക്കെ തന്നെ കുറച്ച് സ്മെല്ലൊക്കെ ആയിരുന്നു, മെഡിസിൻ ഉണ്ടെങ്കിൽ പോലും. പക്ഷെ ആ സാറ് തന്ന പ്രോഡക്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് മൂത്രം ഇപ്പൊ ശരിക്കും ക്ലിയർ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആ സ്മെല്ലൊന്നും ഇല്ല. പ്രോബ്ലം തന്നെ അപ്പൊ അത് സംബന്ധമായ പ്രോബ്ലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇനി അദ്ദേഹത്തിന് സ്വമേധയാ യൂറിൻ പാസ് ചെയ്യാനും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അദ്ദേഹം നല്ലൊരു ഗായകനായിരുന്നു, ആധാരമെഴുത്തുകാരനായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒരു പാട്ട് പാടാവും. ഞാൻ വന്നിട്ട് ഫിസിയോതെറാപ്പി സാറന്മാരുണ്ട്, ഫിസിയോതെറാപ്പി നല്ല ആൾക്കാരാണ്. അവിടെ ഈ ഇതുകൊണ്ടാണ് ഈ ഫിസിയോതെറാപ്പി ഉണ്ടാന്റെ അസുഖം പൂർണ്ണമായും ഭേദമെങ്കിലും ഇതുപോലെ അവസ്ഥ ആയത് ആവശ്യക്കാരനും ആണ്. അവര് നല്ല പോലെ നല്ല ചികിത്സ ആണ്. അതുകൊണ്ട് ഒരു എളുപ്പവും എനിക്കില്ല. ഓക്കെ, താങ്ക് യു. ഒരു പാട്ട് പാടി. ഒരു പാട്ട് പാടാൻ നോക്കാം. ഞാൻ
ഊഞ്ഞാല ഓരോന്നും കുളങ്ങനെ താമര വളയത്തിലൂഞ്ഞാല ഊഞ്ഞാല 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 ഊഞ്ഞാല. ഓക്കെ ഓക്കെ മതി മതി മതി. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ട് ഈ പാട്ട് ഇത് ഇതുവരെ പാടിയിട്ടില്ല. ഓക്കെ മതി ഓക്കെ.